എന്തിനാണ് ഇത്ര ഡ്രമാറ്റിക് ആവുന്നത്? എന്തിനാ ഇതിൻ്റെ ഇടയ്ക്ക് കവിതയും പാട്ടൊക്കെ കൊണ്ടുവരുന്നത്? പറയാനുള്ളതൊക്കെ പറഞ്ഞാൽ പോലെ ആളുകൾക്ക് മനസ്സിലാവില്ലേ? പൊതുവെ പബ്ലിക് സ്പീച്ച് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ കേട്ടുവരുന്ന ഒരു ആരോപണമാണിത് കേട്ടോ. ഒത്തിരി എതിരാളികളും അങ്ങനെ സംസാരിക്കാറുണ്ട്. ഞാൻ നിങ്ങളെ 4 പേരെ പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്കറിയാവുന്ന ആൾക്കാർ തന്നെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നേ ഉള്ളൂ. ഒരു നൃത്ത അധ്യാപികയാണ് അമ്മു ഔസേപ്പിച്ച്. അദ്ദേഹം ഇവിടെ അങ്കമാലിയിൽ തന്നെയാണ്. എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷേ അവരുടെ സ്പീച്ചുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നൃത്തമാണ് പഠിപ്പിക്കുന്നതെങ്കിലും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും മനസ്സിലാകത്തക്ക വിധം ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ എങ്ങനെ ചെയ്യരുത് എന്നുകൂടി അവരവരുടെ അഭിനയ കലയും മോണോ ആക്റ്റും സംഗീതവും എല്ലാം ഉപയോഗിച്ച് വ്യക്തമാക്കുന്നുണ്ട്. പറയുന്ന കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നൃത്ത അധ്യാപികയേക്കാൾ കൂടുതൽ അവരിൽ എനിക്ക് ദർശിക്കാനാവുന്നത് ഒരു പബ്ലിക് സ്പീച്ച് ചെയ്യുന്ന വ്യക്തിയാണ്. ഇനി മറ്റൊരാളാണ് അജി അരവിന്ദ് സാർ, സബ് ഇൻസ്പെക്ടറാണ്. അദ്ദേഹം മക്കളെ അറിയാൻ എന്നുള്ളൊരു ക്ലാസ് എടുത്ത് കേരളം മുഴുവനും ആ ക്ലാസ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് ഏതെങ്കിലും ഒരു സിനിമ ഡയറക്ടറെ കാണാനിടയിൽ അദ്ദേഹത്തിന് സിനിമയിലേക്ക് എടുക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. കാരണം കലയുടെ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു ക്ലാസ് എടുക്കുക. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു കല മാറ്റി നിർത്താനില്ല. അത്ര അധികം സംഭവങ്ങൾ ഇട്ടുകൊണ്ടൊരു കാര്യം പറയുമ്പോൾ കേൾക്കുന്ന ആരും കരഞ്ഞു പോകും, മനസ്സിലാക്കി പോകും, അത് ഫോളോ ചെയ്തു പോകും. ഇനി മറ്റൊരാൾ നിങ്ങൾക്കറിയാവുന്ന ആൾ തന്നെയാണ് അഭിഷാദ് ഗുരുവായൂർ സാറ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഹ്യൂമർ സെൻസാണ്. ശരിക്കും ഒരു പബ്ലിക് സ്പീച്ച് ചെയ്യുന്നയാൾ അത്രയധികം ആളുകൾ ചിരിപ്പിക്കേണ്ടതുണ്ടോ, ഇത്രയധികം ആളുകളിലേക്ക് അഭിനയിക്കേണ്ടതുണ്ടോ നമുക്ക് തോന്നും. പക്ഷേ എന്തുകൊണ്ടാണ് ആളുകൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകുന്നത്? ഇനിയും മറ്റൊരാൾ നിങ്ങൾക്കറിയാം, വൈറലായിട്ടുള്ള ഒരാളാണ് നിഷ റാഫേൽ എന്ന് പറഞ്ഞ ടീച്ചറാണ്. അദ്ദേഹം എന്തു പറയുന്നു എന്നുള്ളതല്ല, അദ്ദേഹം എന്തു പറഞ്ഞാലും ആരും ശ്രദ്ധിക്കുമെന്നുള്ളതാണ്. നാച്ചുറലായിട്ട് ജെന്യൂനായിട്ട് അവർക്ക് അഭിനയിക്കാനുള്ളൊരു കഴിവ്, വാസന അവർക്ക് അങ്ങനെ പറയാൻ കഴിയും. ആ ഒരു അഭിനയ വാസനയിൽ നിന്നുകൊണ്ട് അവർ സംസാരിക്കുമ്പോൾ അവരുടെ സംസാര ശൈലിയും കാരണം ആരും പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചു പോകും. അപ്പോൾ പബ്ലിക് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന കലയുടെ എല്ലാ സങ്കേതങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നോ അത് അതേ അർത്ഥത്തിൽ നമ്മളെ കേൾക്കുന്നവർ മനസ്സിലാക്കുക എന്നുള്ളതാണ്.